ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മോണ്ട്രയുടെ ഷോറൂമിലാണ്. മലപ്പുറം പൂക്കോട്ടൂരുള്ള മോണ്ട്രയുടെ ഷോറൂമിലാണ് നമ്മളിന്ന് കാണിക്കുന്നത്. മോണ്ട്രയുടെ ഒരു ഗുഡ്സ് വണ്ടീനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മഹീന്ദ്രൻ്റെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗുഡ്സ് വണ്ടിയൊക്കെ. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മോണ്ട്രയുടെ കൂടെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മോണ്ട്രയുടെ ഗുഡ്സ് വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മോണ്ട്രൻ്റെ ഗുഡ്സ് വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നിലവിൽ ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള വണ്ടികളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാലും മറ്റ് പാസഞ്ചർ വണ്ടി പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഫ്രണ്ടൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡിലെ ആ ഒരു ഗുഡ്സിൻ്റെ സൈഡ് മാത്രമേ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഫ്രണ്ട് കണ്ടാലും നമുക്കത് മനസ്സിലാവില്ല, ഗുഡ്സ് ആണോ പാസഞ്ചർ ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ബാക്ക് സൈഡ് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. എന്തായാലും നല്ല ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ മറ്റു വണ്ടിക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല പവർഫുൾ LED ലാമ്പ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ പറയുകയാണെങ്കിൽ ഡ്യുവൽ ഷോക്ക് അബ്സോർബറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡിസ്ക് ബ്രേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുൾ ബ്രേക്ക് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നോർമലി 3 വേരിയൻ്റ് ആണ് വരുന്നത്. ECX എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതേപോലെ ECX D+, ECX D. അത് ചെറിയ നമ്മുടെ ഈ ഒരു ബാക്കിലെ ഒരു സൈസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. മൈലേജൊക്കെ ആണെങ്കിലും എല്ലാം സെയിം ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഒരു ഡ്രൈവർ സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഡ്രൈവർക്ക് നല്ല കാലൊക്കെ നീട്ടിയിരുന്ന് പോകാൻ പറ്റിയ, നമ്മുടെ മറ്റേ പാസഞ്ചർ വണ്ടി പോലെ തന്നെ അത്യാവശ്യം ഡ്രൈവർക്ക് സ്പേസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷനൊക്കെ നമുക്ക് പറഞ്ഞുതരാം. മറ്റേ പാസഞ്ചർ വണ്ടീൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലത്തെ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് കമ്പനി തന്നെ ഇൻബിൽറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു USB കണക്ഷൻ ചാർജറൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് ചാർജർ കുത്തിയാൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ വൈപ്പർ, നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടണുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ, ഹോണ്, ഹെഡ്ലൈറ്റ് ആൻഡ് ഡിം ബ്രൈറ്റ് വരുന്നത് ഇവിടെ നിന്നാണ്. അതേപോലെ പാർക്കിങ്ങിൻ്റെ സ്വിച്ചും ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്നവർക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് FR, ഫ്രണ്ട്, റിവേഴ്സ്, ഇങ്ങനെ 2 ഓപ്ഷനാണ് വരുന്നത്. ഫ്രണ്ട് ഇട്ടാൽ നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് പോകും, R ഇട്ടാൽ റിവേഴ്സ് വരും. അത്ര സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഏതൊരറിയാത്ത ആൾക്കും വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത്രയും സിമ്പിളായിട്ടാണ് വണ്ടി സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. ഇനി തൊട്ടിപ്പുറത്ത് പോകാം. എന്നാലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കമ്പനി ഇൻബിൽറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബോട്ടിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെറൈറ്റി സെറ്റപ്പിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾഡർ കാണുന്നത്. അത് നല്ല വൃത്തി, നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഇവിടെ വന്നാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നത്. പാർക്ക് അസിസ്റ്റ്, ന്യൂട്രൽ, ഈക്കോ, ഡ്രൈവ്, പവർ, ഇങ്ങനെ 3, 4, 5 ഓപ്ഷനാണ് വരുന്നത്. ഈക്കോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നോർമൽ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈക്കോ. അതേപോലെ ന്യൂട്രൽ പറഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോഴൊക്കെ ന്യൂട്രൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും ഉള്ള ഒരു ഫെസിലിറ്റി തന്നെ. പാർക്ക് അസിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു നോർമൽ സ്പീഡിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം പവർ കിട്ടുന്നത് ഈ ഒരു ബട്ടണിലാണ്. നമുക്ക് വല്ല കയറ്റങ്ങളോ എന്തെങ്കിലും പവർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർടേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പവർ ലിറ്റർ ചെയ്യാവുന്നതാണ്. അത്രയാണ് വണ്ടിയുടെ ഓപ്ഷനൊക്കെ വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിൻ്റെ. ഇത് നോക്കിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കുക. ഇത്രയും സിമ്പിളാണ്. നമ്മുടെ കീ സോക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമ്മുടെ ഒരു ഡാഷ്ബോർഡും കമ്പനി കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ചാർജിങ്ങിനുള്ള ഒരു പോർട്ട് ഈ ഒരു സൈഡിലായിട്ടാണ്, ഡ്രൈവർ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ആ ഒരു സംഭവം വരുന്നത്. അതേപോലെ 70 nm 11 kW പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് കമ്പനി ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡിസൈനിൽ മിററൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഒരു നല്ലൊരു വീൽ കപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. നല്ലൊരു ഡിസൈനുള്ള വീൽ കപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മോട്ടറൊക്കെ ഈ ഒരു ഭാഗത്താണ് വരിക. ഇതിൻ്റെ ഈ ഒരു അണ്ടറിൽ ആ ഭാഗത്തായിട്ടാണ് ബാറ്ററി വരുന്നത്. ആ ഒരു ഏരിയയിലായിട്ടാണ് ബാറ്ററി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയിൽ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ഈ ഒരു ബോക്സ് നമ്മൾ കമ്പനിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ബോക്സ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ബോക്സ് ഇല്ലാതെയും വണ്ടി കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ പുറത്തുനിന്ന് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയും നമുക്ക് ജസ്റ്റ് ഒരു ഡമ്മി പീസായിട്ട് അവിടെ കാണിച്ചു കൊടുക്കാം. ആ കാണുന്നത് ഇതിൻ്റെ ബോഡി ചെയ്യാത്ത വണ്ടിയാണ്. ആ ഒരു കോലത്തിലും കിട്ടും. വേണമെങ്കിൽ ഈ ഒരു ബോഡി ടൈപ്പ് ആയിട്ടും ചെയ്യാം. അപ്പോൾ പല ആവശ്യങ്ങൾക്കാവില്ല നമ്മൾ ഗുഡ്സ് വണ്ടി എടുക്കാം. നമ്മൾ ഗുഡ്സ് മറ്റേ സെയിൽസ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോഡിയാണ് ചൂസ് ചെയ്യൽ. അതല്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പുറത്തെ ഓട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ അങ്ങനത്തെ ബോഡിയിലതും ചൂസ് ചെയ്യും. അപ്പോൾ ഏതൊരു മോഡലിൽ വേണമെങ്കിലും കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് 6.2 ഫീറ്റ് 6.2 ഫീറ്റ് സൈസ് വരുന്നുണ്ട്. അതേപോലെ ECX D+, D എന്ന് പറഞ്ഞ വേരിയൻറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ 170, 140 അങ്ങനെ 170, 140 ക്യൂബിക്ക് അത്രയും ആണ് ഇതിൻ്റെ ഒരു ബോക്സ് സൈസ് വരുന്നത്. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൈസ് തിരഞ്ഞെടുക്കാം. പിന്നെ
വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 170 കിലോമീറ്റർ സർട്ടിഫൈഡ് മൈലേജാണ്. കമ്പനി കിട്ടുമെന്ന് ലൈവായി കിട്ടുമെന്ന് അവകാശപ്പെടുന്ന മൈലേജാണ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ അതിൽ കൂടുതൽ ചില സമയങ്ങളിൽ നമ്മുടെ ഡ്രൈവിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റോഡിനൊക്കെ അനുസരിച്ച് വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ നമുക്ക് വണ്ടിക്ക് ചാർജിങ് സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറും 45 മിനിറ്റ്. അതാണ് കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് സമയം. ഫുള്ളാവാനുള്ള 0 to 100 ആവാനുള്ള ഒരു സമയം, ചാർജിങ്ങിൻ്റെ സമയമാണ് അതാണ് വരുന്നത്. വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ റേറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും റേറ്റ് അറിയാനുള്ള ഒരു ത്വരയിലായിരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 5,28,000 നോർമൽ പ്രൈസ് വരുന്നത്. ഇതിൽ 5,17,000 നിലവിൽ വണ്ടി കൊടുക്കുന്നത്. അത് ചെറിയൊരു ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ഒരു പ്രൈസാണ് വരിക. 5,17,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ ഒരു കാലാവധിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് വന്ന് ചോദിച്ചാലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ നമുക്ക് ഇതിൽ ബോക്സ് ഇല്ലാത്ത ടൈപ്പിന് വരുന്നത് 4,87,000 വരുന്നത്. അപ്പോൾ ഒരു ബോക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എമൗണ്ടും കൂടെ എക്സ്ട്രാ വരുന്നതാണ്. അത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ മോണ്ട്രൻ്റെ ഇലക്ട്രിക് വണ്ടിയിൽ ഗുഡ്സ് വണ്ടി ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക. നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോണ്ട്ര എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് നമുക്ക് ഫീൽഡിലുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്ക് പേടിക്കാതെ എടുക്കാവുന്നതാണ്. പിന്നെ ആദ്യത്തെ ഒരു വർഷം ഫീൽഡ് റോഡ് സൈഡ് അസിസ്റ്റൻസും കൂടെ കമ്പനി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി നമുക്ക് വേണ്ടതില്ല. അപ്പോൾ ആരെങ്കിലും മോണ്ട്രൻ്റെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഷോറൂമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. സംഖ്യകളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ മോണ്ട്രയുടെ ഗുഡ്സ് വണ്ടീനെ കുറിച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തുള്ള നമ്പർ കോൺടാക്ട് ചെയ്താൽ അതിൽ പറഞ്ഞു തരുന്നതാണ്. ഷോറൂമിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വണ്ടികൾ ഇനി അറിയണം, പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ ആ ഒരു വാഹനങ്ങളും കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.